ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യലായിട്ട് ഒരു വെണ്ടയ്ക്ക കറി, അതായത് മലപ്പുറം സ്റ്റൈലിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. മീൻകറിയൊക്കെ ഇല്ലാത്ത, അപ്പം നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് മീൻകറിയൊക്കെ ഇല്ലാതെ ഫുഡ് കഴിക്കാനെ കൊണ്ട് ചില ആൾക്കാർക്കൊക്കെ നല്ല മടിയല്ലേ. അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിലും ഇതേപോലൊന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് ചോറ് നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു സവാളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരു സ്പൂണ് മുളക് പൊടി, അര സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് ജീരകം, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്ത് മാറ്റി വെക്കുക. ഇതിന് ശേഷം നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നിടം വരെ ഫ്രൈ ചെയ്തിട്ട് അത് കോരി മാറ്റാം. വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് തന്നെ 2 പച്ചമുളക് നെടുകെ കീറിയതും ഒരു തക്കാളി കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ എന്നെ ഫോളോ ചെയ്യാതാണ് എന്നെ വീഡിയോ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്നുള്ള എൻ്റെ വീഡിയോകൾ കാണാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടുന്ന നെല്ലിക്ക വലിപ്പത്തിന് പുളി പിഴിഞ്ഞെടുത്തതാണ്. പുളി പിഴിഞ്ഞതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അരപ്പ് നന്നായിട്ടൊന്ന് ചേർത്തിട്ട് അധികം വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഒരു തിള വന്നതിന് ശേഷമാണ് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒരുപാട് തിളപ്പിക്കത്തില്ല, ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കത്തേ ഉള്ളൂ. അതിൻ്റെ കളറൊന്നും മാറുന്നിടം വരെ മാത്രം നമ്മൾ തിളപ്പിച്ചെടുക്കും. ഇതിൻ്റെ ഗ്രേവി നല്ലപോലെ ഒന്ന് കുറുകി തന്നെ ഇരിക്കണം, അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുതെന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിന് ആവശ്യമായ താളിപ്പ് തയ്യാറാക്കലാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 സ്പൂൺ ഉലുവയും 1/2 സ്പൂൺ കടുകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും സവാളയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് താളിപ്പുണ്ടാക്കി കറിയുടെ മുകളിലായിട്ട് ഒഴിക്കാം. പറയാൻ വിട്ടുപോയതാണ്, താളിപ്പിൻ്റെ കൂടെ ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും കൂടെ വേണ്ടുന്നവർക്ക് ഉപയോഗിക്കാം. നോൺ വെജുകാർക്കും വെജുകാർക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളും ഇതേപോലെ തന്നെ ഒരു തവണയെങ്കിലും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇത് ഞാനൊരു മലപ്പുറം സ്റ്റൈലിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് തയ്യാറാക്കി കഴിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ഏത്തയ്ക്കയൊക്കെ വെച്ചിട്ട്, അതും ഈ പുളിയല്ല നമ്മൾ യൂസ് ചെയ്യാറ്, കുടംപുളിയാണ് യൂസ് ചെയ്തിട്ട് നമ്മളൊക്കെ തയ്യാറാക്കി കഴിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് തയ്യാറാക്കി കഴിച്ചെങ്കിലും ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഞാൻ തയ്യാറാക്കിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം.